നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിലെ BJPയുടെ സഖ്യകക്ഷിയാണ് ജനതാദൾ സെക്കുലർ. എന്നാൽ അവരുടെ നിലപാടുകൾ ഒന്നും തന്നെ സെക്കുലർ അല്ല എന്നുള്ളതും തീവ്ര വർഗീയ നിലപാടിലേക്ക് JDS മാറുന്നു എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് JDSലെ നിരവധി പ്രവർത്തകർ, പ്രമുഖ നേതാക്കൾ രാജിവെച്ച് കോൺഗ്രസിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, JDSൽ നിന്നും തന്നെയാണ് കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ പോലും കോൺഗ്രസിൽ വർഷങ്ങൾക്ക് മുമ്പ് എത്തിച്ചേർന്നത്. എന്നിട്ടും DK ശിവകുമാർ ഒരഭിപ്രായവും എതിര് പറയാതെയാണ് സിദ്ധരാമയ്യയുടെ മുഖ്യമന്ത്രി പദം ഒഴിയുന്നതിന് വേണ്ടി കാത്തിരുന്നത്. ഇപ്പോൾ DK ബാറ്റൺ കയ്യിൽ ഏന്തി മുന്നിൽ നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തെയും കോൺഗ്രസിൻ്റെ കർണാടകയുടെ ഭാവിയെയും നയിക്കുമ്പോൾ JDSന് ആകുലതയുണ്ട്. മൈസൂരിലും മാണ്ഡിയിലും മാത്രം പ്രാദേശികമായി കാണുന്ന ഒരു പാർട്ടി, അതിന് എത്ര നാൾ ആയുസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കുമാരസ്വാമി അല്ലാതെ JDSൽ മറ്റൊരാൾ നിന്ന് ജയിക്കാനുള്ള സാധ്യത പോലും ഇപ്പോൾ വിരളമാണ്. പ്രജ്വൽ രേവണ്ണയുടെ വിഷയം, ലൈംഗിക വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ DK ശിവകുമാർ JDSനെ ഞെരിഞ്ഞ് അമർത്തുകയാണ് എന്നുള്ളത് വ്യക്തം. JDSന് ഇനി ഭാവിയില്ല. BJPയുടെ B ടീമായി നിൽക്കാനാണ് ശ്രമമെങ്കിൽ BJPക്ക് ഉള്ള സീറ്റ് കൂടി നഷ്ടമാകുന്ന സാഹചര്യം. അതായത് കർണാടകയിൽ നമുക്കറിയാം, നേരത്തെ MLC തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ഉള്ള രീതികളിൽ നിന്ന് വിഭിന്നമായി കോൺഗ്രസിന് ഗ്രിപ്പ് കിട്ടിയ മേഖലയാണ്. കർണാടകയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം DK ഉള്ളിടത്തോളം കാലം ഒരു ആകുലതയ്ക്കും വകയില്ല. അതുമാത്രമല്ല, തുടർഭരണം ഉണ്ടാക്കിയെടുക്കാൻ DKയോളം മികവാർന്ന ഒരു നേതാവ് ദക്ഷിണേന്ത്യയിൽ ഉണ്ടോ എന്നുള്ളതും സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് കർണാടകയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ നിശ്ചയിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രിയങ്ക ജാർഹിഗോളി അടക്കം യുവനിരയെ കർണാടകയിൽ വാർത്തെടുക്കേണ്ടതായുണ്ട്. നിരവധിയായ ചെറുപ്പക്കാർ കർണാടകയിൽ കോൺഗ്രസിൻ്റെ MP-മാരായി ഈ ടേമിൽ വന്നു എന്നുള്ളത് DKയുടെ കരുത്താർന്ന ഒരു നേതൃപാടവത്തിൻ്റെ മികവ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ MP-മാർ ഇപ്പോഴും കർണാടകയിൽ നിന്നും BJPക്ക് തന്നെയാണെങ്കിലും അത് മാറ്റിമറിയാൻ ഉള്ള സാധ്യതയുണ്ട്. ഉടുപ്പിയിലും മംഗലാപുരത്തും ഒക്കെയുള്ള BJPയുടെ സ്വാധീനം മെല്ലെ മെല്ലെ മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. BJP നേതൃത്വത്തിൽ തന്നെ ഒരു ഇന്റേണൽ റിഫ്റ്റ് ഉണ്ടാകുന്നു. ബസവരാജ് ബൊമ്മയെ അംഗീകരിക്കാത്തവരും സിദ്ധരാമയ്യയുടെ കൂടെ JDSൽ നിന്നും കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരുടെയും എണ്ണം കൃത്യമായി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് കർണാടകയിൽ 4/3 ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയും. 200-ൽ കൂടുതൽ സീറ്റുമായി സമ്പൂർണ്ണ വിജയമാണ് DKയുടെ മനസ്സിൽ പ്ലാനുള്ളത്.